നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം എൻഐഎ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 10 പേരാണ് സംഘത്തിലുള്ളത്. കേരള കേഡർ ഉദ്യോഗസ്ഥൻ കൂടിയായ എൻഐഎ ADG വിജയ് സാക്കറെയാണ് സംഘത്തെ നയിക്കുക. IG, 2 DIG, 3 SP, DSP ലെവൽ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. ഡൽഹി, ജമ്മു പോലീസുകളിൽ നിന്ന് എൻഐഎ സംഘം വിശദാംശങ്ങൾ വാങ്ങി ഇതിനുശേഷം പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഉമറിന്റെയും സംഘത്തിന്റെയും പങ്കാളിത്തം സംബന്ധിച്ച് പ്രാരംഭഘട്ടത്തിൽ തന്നെ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് എൻഐഎയുടെ വാദം. ഉമറും സംഘവും ഡൽഹിയിൽ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നതായാണ് അന്വേഷണ സംഘം പറയുന്നത്. റിപ്പബ്ലിക് ദീപാവലി ദിനത്തിലായിരുന്നു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നത്. ഫരീദാബാദിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ മുസമിൽ അഹമ്മദിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചതെന്നും എൻഐഎ പറയുന്നു. അതായത് റിപ്പബ്ലിക് ദിനത്തിലും ദീപാവലി ദിനത്തിലുമായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ബോംബ് സ്ഫോടനം ഇവർ ആസൂത്രണം ചെയ്തിരുന്നത്. ഡൽഹി പോലീസും കേസെടുത്തതിന് പിന്നാലെ എൻഐയും ഡോക്ടർ ഉമർ നബി ഭട്ടിനെയും ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ഡോക്ടർമാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. രാജ്യ തലസ്ഥാനമായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് എൻഐഎ പറയുന്നത്. റിപ്പബ്ലിക് ദിനത്തിലും ആൾത്തിരക്കേറെ അനുഭവപ്പെടുന്ന ദീപാവലിയുമായിരുന്നു ലക്ഷ്യം. ആക്രമണ പദ്ധതിയുടെ ഭാഗമായി മുസമിലും ഉമറും ജനുവരിയിൽ ഡൽഹി സന്ദർശിച്ചതായും അന്വേഷണ സംഘം പറയുന്നു. ഉമറും സംഘവും കൂടുതൽ കാറുകൾ വാങ്ങിയെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിന് പുറമെ മറ്റ് 2 കാറുകൾ കൂടി ഇവർ വാങ്ങിയെന്നാണ് വിവരം. ഡൽഹിയിൽ നിന്നാണ് ഈ വാഹനങ്ങൾ വാങ്ങിയതെന്നാണ് സൂചന. ഈ കാറുകൾ എവിടെയെന്ന് വ്യക്തമല്ല. ഫരീദാബാദ് റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനായാണ് ഉമർ ഡൽഹിയിൽ എത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സ്ഫോടനം നടക്കുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 ഉമർ ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ എത്തിയതായും അന്വേഷണ സംഘം പറയുന്നു. ഇതിന് പിന്നാലെ കാർ ഡൽഹിയിലെ തന്നെ മയൂർ വിഹാറിലെത്തി. സെൻട്രൽ ഡൽഹിയിലടക്കം മണിക്കൂറുകൾ ഉമർ മുഹമ്മദ് ചെലവഴിച്ചതായാണ് അന്വേഷണ സംഘം പറയുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് അന്വേഷണ സംഘം ഈ നിഗമനത്തിലെത്തിയത്. കാറിൽ വൻ അളവിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. ശക്തമായ സ്ഫോടക വസ്തുക്കളിൽ ഒന്നായ പെന്റ എറിത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ് അടക്കം കാറിൽ ഉണ്ടായിരുന്നുവെന്ന സൂചനയുമുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലും കാറിൽ അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. സ്ഫോടനം നടക്കുന്ന സമയത്തെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്ഫോടനം നടന്ന പ്രദേശത്തെ സിഗ്നലിലെ പിൻവശത്തെ CCTV ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പൊട്ടിത്തെറിക്ക് പിന്നാലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായി. മറ്റ് ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും വ്യക്തമല്ല. ഈ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു മുസമിൽ അഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സർവകലാശാലയിലെ തന്നെ ഡോക്ടർ ഷഹീൻ ഷാഹിദ്, ഉമർ മുഹമ്മദ് എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്ക് പുറമെ 12 പേരുടെ കൂടി അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 6 പേർ ജമ്മു കാശ്മീർ സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളും 4 പേർ അൽഫലയിലെ ലാബ് ടെക്നീഷ്യന്മാരുമാണ്. ഡോക്ടർ സജ്ജാദ്, ആരിഫ്, യാസിർ, മഖ്സൂദ്, ഇർഫാൻ, സമീർ എന്നിവരാണ് ജമ്മു കാശ്മീർ സ്വദേശികൾ. ഡോക്ടർ പർവസ്, ഡോക്ടർ അദിൽ റാത്തർ എന്നിവരാണ് ഉത്തർപ്രദേശ് സ്വദേശികൾ. പർവസ് ലക്നൌ സ്വദേശിയും അദിൽ സഹാറാൻപൂർ സ്വദേശിയുമാണ്. ജമ്മു കാശ്മീരിൽ നിന്ന് 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. താരിഖ്, ആമീർ, ഉമർ എന്നിവരാണ് അവർ. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 6:52 ചെങ്കോട്ടയ്ക്ക് സമീപം രാജ്യത്തെ നടുക്കിയ സ്ഫോടനം നടന്നത്. തൊട്ടു പിന്നാലെ പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തി. അരമണിക്കൂറിലധികം സമയമെടുത്താണ് തീയണച്ചത്. ആദ്യ ദിവസം 8 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ച 5 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചു. ഫരീദാബാദിൽ 7 അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലും ചെങ്കോട്ട സ്ഫോടനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു പോലീസ് ആദ്യം അന്വേഷിച്ചത്. തുടർന്ന് പുറത്തുവന്ന വിവരങ്ങളെല്ലാം ഫരീദാബാദ് സംഭവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഫരീദാബാദ് റെയ്ഡിൽ അറസ്റ്റിലായ ഡോക്ടർമാരുമായി ബന്ധമുള്ള ഡോക്ടർ ഉമറാണ് സ്ഫോടനം നടന്ന കാർ ഓടിച്ചതെന്നായിരുന്നു പോലീസ് നൽകിയ വിവരം. ഇതനുസരിച്ചായിരുന്നു ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത നൽകിയത്. ഉമറിനൊപ്പം കാറിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു എന്നായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത്. ഇത് പിന്നീട് തിരുത്തി. സ്ഫോടനം നടക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും അത് ഉമർ ആയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഉമർ മരിച്ചിട്ടുണ്ടാകാമെന്നുള്ള സൂചനയും പോലീസ് നൽകി. ഇതേസമയം തന്നെ ജമ്മു കാശ്മീർ പോലീസ് ഉമറിന്റെ പിതാവ്, മാതാവ്, സഹോദരങ്ങളടക്കം 6 പേരെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ വിട്ടയച്ചു.
ഉമറിന്റെ മാതാവ് DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. മരിച്ചത് ഉമർ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തിവരികയാണ്. ഇതിനിടെയാണ് കേസ് NIA-യിലേക്ക് എത്തുന്നത്. സംഭവത്തിൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ NIA സംഘം പറഞ്ഞിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ച വെള്ള ഹ്യുണ്ടായി i20 കാർ ഏകദേശം 12 ദിവസത്തോളം ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നെന്നും വിവരമുണ്ട്. ചാവേറെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ നബി ആക്രമണം നടന്ന നവംബർ 10 രാവിലെ പരിഭ്രാന്തനായി കോളേജ് ക്യാമ്പസിൽ നിന്ന് കാർ പുറത്തേക്ക് ഓടിച്ചുപോയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ഉമർ നബി ഒക്ടോബർ 29 ഫരീദാബാദിലെ കാർ ഡീലറായ സോനുവിൽ നിന്നാണ് കാർ വാങ്ങിയത്. അതേ ദിവസം തന്നെ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിനായി കാർ കൊണ്ടുപോയിരുന്നു. സോനുവിന്റെ ഓഫീസായ റോയൽ കാർ സോണിന് സമീപമുള്ള പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ബൂത്തിനരികിൽ HR 26CE 7674 എന്ന നമ്പർ പ്ലേറ്റുള്ള കാർ പാർക്ക് ചെയ്തിരിക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടെ നിന്ന് നബി കാർ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷിഫ്റ്റ് ഡിസയർ കാറിനടുത്തായാണ് ഈ കാറും പാർക്ക് ചെയ്തിരുന്നത്. ഡോക്ടർ ഷക്കീലിന്റെ കാർ ഡോക്ടർ ഷഹീർ സയ്യിദിന്റെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരുടെ കാറിൽ നിന്നാണ് AK റൈഫിളുകളും വെടിക്കോപ്പുകളും കണ്ടെടുത്തത്. ഒക്ടോബർ 29 മുതൽ നവംബർ 10 വരെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തന്റെ അടുത്ത സഹായികളായ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ മുഹമ്മദ് റാത്തർ എന്നിവരുടെ അറസ്റ്റിനെ തുടർന്ന് നബി പരിഭ്രാന്തനായതോടെയാണ് കാർ അവിടെ നിന്ന് മാറ്റിയതെന്നാണ് കരുതുന്നത്. പിന്നീട് ചാന്ദിനി ചൌക്കിലെ സുനേരി മസ്ജിദ് പാർക്കിംഗ് ലോട്ടിൽ നിർത്തുന്നതിന് മുൻപായി വാഹനം കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും കണ്ടിരുന്നു. ഉച്ചകഴിഞ്ഞ് 3:19 കാർ പാർക്കിംഗ് ലോട്ടിലേക്ക് പ്രവേശിക്കുന്നത് CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. ചാവേറെന്ന് സംശയിക്കുന്ന ആളുടെ കൈ ജനലിൽ വെച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വൈകുന്നേരം 6:30 വരെ വാഹനം പാർക്കിങ്ങിൽ നിന്ന് പുറത്തുപോയില്ല. കാർ ഓടിച്ചിരുന്നത് എന്ന് കരുതുന്ന നബി ഒരു നിമിഷം പോലും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നുമില്ല. ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത സഹായിയായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെയും ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തിനെയും ഒരു വൈറ്റ് കോളർ ഭീകരവാദ ശൃംഖലയെ തകർക്കാനായി ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തിങ്കളാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും റൈഫിളുകളും പിസ്റ്റളുകളും പോലുള്ള ആയുധങ്ങളും പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ഇതാണ് സ്ഫോടനം നടത്താൻ ഡോക്ടർ ഉമർ നബിയെ പ്രേരിപ്പിച്ചതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായി ബന്ധപ്പെട്ട ലക്നൌ സ്വദേശിയായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദിനെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിനായി സയ്യിദ് രഹസ്യമായി പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 6:52 ഓൾഡ് ഡൽഹി മേഖലയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമുള്ള ട്രാഫിക് സിഗ്നലിൽ വെച്ച് പതുക്കെ നീങ്ങുകയായിരുന്ന ഒരു ഹ്യുണ്ടായി i20 കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ 9 പേർ മരിക്കുകയും ഏകദേശം 24ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.